بالعالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ഏതു സന്ദർഭങ്ങളിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ ആസ്വദിക്കാനും ആശ്വസിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നത് ഒരു വേള പരിശോധിക്കേണ്ടതാണ്. ജീവിതത്തിൽ നല്ല ഒരു ഭക്ഷണം ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണത്തെ ഏറ്റവും രുചികരമായി ഭക്ഷിച്ച് ആ ഭക്ഷണത്തെ ആസ്വദിക്കാറുണ്ട്. എന്നാൽ ഭക്ഷണം ലഭിക്കാതിരിക്കുന്നൊരു സമയം, വിശപ്പിൻ്റെ സമയം, ആ വിശപ്പിനെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി, ഒരു ആസ്വാദനമായി ജീവിതത്തിൽ കാണാൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു തന്ന ആരോഗ്യം അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. ആ ആരോഗ്യം ലഭിച്ച കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനെ ഓർക്കുകയും അതിനെ ആസ്വദിക്കുകയും അതിൽ ആശ്വാസം കൊള്ളുകയും ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ
ആ വേദന അനുഭവിക്കുമ്പോൾ അതിനെ ഒരു ആസ്വാദനമായി, ഒരു ആശ്വാസമായി ജീവിതത്തിൽ കാണാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? നേട്ടങ്ങളെമ്പാടും ജീവിതത്തിൽ ലഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അതിനെ ആസ്വദിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ ഒരു വേള നമ്മെ പിടികൂടുമ്പോൾ ആ ജീവിത പരീക്ഷണങ്ങൾക്ക് ഇടയിൽ ആ പരീക്ഷണങ്ങളെ, വേദനകളെ ഒരുപക്ഷേ ആസ്വാദനമായി, ആശ്വാസമായി ജീവിതത്തിൽ ഒന്ന് നോക്കിക്കാണാൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് ഒരു വേള പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മളുടെ മുൻഗാമികളുടെ ജീവിതം അവിടുന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ മേൽ സൂചിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, വിശപ്പാകട്ടെ, രോഗമാകട്ടെ, വേദനകളാകട്ടെ, എന്തും സംഭവിച്ചപ്പോൾ അതിനെയൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്ത പൂർവികരുടെ ചരിത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠമാണ് സഹോദരങ്ങളെ. വിശപ്പിനെ ഏറ്റവും വലിയ ആസ്വാദനമായി കണ്ട, ആസ്വദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഖന്തക്കിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, 1 മാസക്കാലത്തോളമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും കടുത്ത വിശപ്പിൻ്റെ സമയത്ത് പോലും, കടുത്ത പ്രയാസത്തിൽ തണുപ്പ് അധികരിച്ച സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കിടങ്ങു വെട്ടി കീറുന്നത്. ആ സമയത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ സ്വഹാബികൾ ഒരു വേള ഖന്തക്കിൻ്റെ കിടങ്ങുകൾ വെട്ടിക്കീറുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബികൾ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞ വർത്തമാനമുണ്ട്: അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കടുത്ത വിശപ്പാണ്. അവരുടെ വസ്ത്രം ഉയർത്തിക്കാട്ടുമ്പോൾ അവരുടെ വയറ്റിൽ കല്ലു കെട്ടിവെച്ച് അവർ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ റസൂലുള്ള തൻ്റെ കിടങ്ങു കുഴിക്കൽ ഒന്ന് അവസാനിപ്പിച്ചിട്ട് തൻ്റെ കുപ്പായം ഉയർത്തി സ്വഹാബത്തിൻ്റെ മുന്നിലേക്ക് കാട്ടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിൽ 2 കല്ലുകൾ വെച്ച് കെട്ടി അങ്ങനെ കിടങ്ങു കുഴിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ സ്വഹാബികൾക്ക് ആശ്വാസമാവുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആവേശം നൽകിക്കൊണ്ട് റസൂലുള്ള 2 വരി കവിത ആവേശത്തോടുകൂടി ആ സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ വഗ്ഫിരിൽ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആവേശം പകർന്നുകൊണ്ട് പാടിക്കൊടുക്കുകയാണ്: അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ. അല്ലാഹുവേ, ഈ ദുനിയാവിൻ്റെ ജീവിതം ഇത് നശ്വരമാണ്, എന്നാൽ വരാനുള്ള ഒരു പരലോകം, അതാണ് യഥാർത്ഥ ജീവിതം എന്ന് സ്വഹാബികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും നല്ലതും എന്നെന്നും ബാക്കിയാകുന്നതും. അതിങ്ങനെ പാടിക്കൊടുക്കുകയാണ്: വഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, അൻസാറുകളായ ആളുകൾക്ക്, മുഹാജിറുകളായ ആളുകൾക്ക് അല്ലാഹുവേ നീ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പാട്ടുപാടി ആവേശം കൊടുക്കുകയാണ്. എന്നിട്ട് തുടർന്ന് റസൂലുള്ള പറയാണ്: അല്ലാഹുവിൻ്റെ ഖുർആൻ നീയാണ് അവതരിപ്പിച്ചത്. ഖുർആൻ അവതരിപ്പിച്ച നാഥ, വിചാരണ വേഗത്തിലാക്കുന്ന റബ്ബേ, ഈ അൻസാരികളെയും ഈ പ്രവാചകനെയും അങ്ങ് അവിടുന്ന് അല്ലാഹുവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ആ സ്വഹാബികൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ സമാധാനവും ആശ്വാസവും പകരുന്ന വാക്കുകളാണ് അവിടുന്ന് പാടിക്കൊടുക്കുന്നത്. നഹ്നുല്ലദീ ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. അല്ലയോ റസൂലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിക്കുന്ന കാലം മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ ഞങ്ങളിതാ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിച്ച് ആവേശം പകരുന്ന വാചകങ്ങളാണ് സ്വഹാബത്ത് അവിടുന്ന് ചൊല്ലിക്കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അവർക്കന്നൊരു വിശപ്പൊരു പ്രയാസമായി തീർന്നില്ല, വിശപ്പ് അവർക്ക് ഒരു സങ്കടമായി തീർന്നില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി എന്നോണം അവർ ബോധിപ്പിച്ചിട്ടില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആവേശത്തിൽ പാടിക്കൊടുക്കുമ്പോൾ ഖന്തക്കിൻ്റെ കിടങ്ങുകൾ മാസങ്ങളെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടുന്ന് വേഗത്തിൽ കിടങ്ങു കുഴിക്കുന്ന ചരിത്രം കാണാൻ കഴിയും. അവിടുന്ന് വിശന്ന് പട്ടിണിയായിട്ട് പോലും ആ വിശപ്പിനെ ആസ്വദിച്ച, അതിനെ അങ്ങേറ്റം ആശ്വാസമായി കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തിൻ്റെ ചരിത്രവും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടുന്നത്, ജീവിതത്തിൽ വിശപ്പും സങ്കടങ്ങളും ഒരു വേള നമ്മളെ പിടികൂടുന്ന സമയത്ത് അള്ളാഹുവിനെ പഴിചാരുകയല്ല, മറിച്ച് വിശപ്പ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുന്നുവെങ്കിൽ ആ വിശപ്പിൽ ആസ്വാദനത്തെ, ഒരുപക്ഷെ ആശ്വാസത്തെ കണ്ടെത്താൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, രോഗങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് കടന്നു വന്നപ്പോൾ ആ രോഗങ്ങളെ തൊട്ട് അവർ ആശ്വസിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്ത ചരിത്രം നമുക്ക് എമ്പാടും കാണാൻ കഴിയും. അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന താബിഈ പണ്ഡിതൻ ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം വിശ്രമിക്കാൻ ചെറിയ ഒരു കിടങ്ങിലേക്ക്, ഒരു ചെറിയ ടെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്നത് പ്രായം ചെന്ന ഒരു മനുഷ്യൻ, കൈകാലുകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൽ കണ്ട അത്ഭുതം, കൈകാലുകൾ നഷ്ടമായ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു ചെറിയ ടെൻറ്റിലിരുന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും സുന്ദരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ഏറ്റവും വലിയ സംതൃപ്തനാണോ എന്ന് ആ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ചോദിക്കുന്ന സമയം ആ മനുഷ്യൻ പറയുകയാണ്, ലോകത്ത് എത്രയെത്ര മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് 2 കൈകാലുകൾ തിരിച്ചെടുത്തിട്ടും എൻ്റെ റബ്ബ് ലോകത്ത് കോടിക്കോടി മനുഷ്യരിൽ എത്രയെത്ര ആളുകളെയാണ് അവർക്ക് ബുദ്ധിശക്തി കൊടുക്കാതെ ഭ്രാന്തന്മാരായി ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് എത്ര വലുതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടുന്ന് ആ പ്രായം ചെന്ന മനുഷ്യൻ ആ ഏറ്റവും നല്ല അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാചകങ്ങളാണ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒരു വേള അള്ളാഹുവിനെ ഏറ്റവും നല്ല നിലക്ക് ശുക്ർ ചെയ്യാൻ, റബ്ബിന് അൽഹംദുലില്ലാ എന്ന വാചകം പറയാൻ ഒരു വേള എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ ഒരു കറുത്ത പെണ്ണിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കറുത്ത സ്ത്രീയാണ്. സ്വർഗാവകാശിയായ ആ സ്ത്രീയെക്കുറിച്ച് സ്വഹാബികൾ പിന്നീട് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കറുത്ത സ്ത്രീ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് അപസ്മാര രോഗമാണ്. ഈ അപസ്മാര രോഗം ബാധിക്കുമ്പോൾ റസൂലെ, ആളുകൾക്കിടയിൽ ഞാൻ കുഴഞ്ഞു വീണു പോകാറുണ്ട്. ആ സന്ദർഭത്തിൽ എൻ്റെ ഔറത്തുകൾ വെളിവാകും. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തത്, ഇസ്ബിർ, നീ ക്ഷമിക്കണം പെണ്ണേ, നീ ക്ഷമിക്കണം. ഫലക്കിൽ ജന്ന, നിനക്കെന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമുണ്ട്. ആ സ്ത്രീയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്, നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആളുകൾക്ക് ഇടയിൽ കുഴഞ്ഞു വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നതിനെ തൊട്ട് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാലും അവരുടെ ജീവിതത്തിൽ സ്വർഗം ലഭിച്ചു എന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ജീവിതത്തിൽ രോഗങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ അതൊക്കെ സ്വർഗമുണ്ട് എന്ന് കണ്ടപ്പോൾ അതിൽ ആശ്വാസം കണ്ടെത്തിയ, അതിനെ ആസ്വദിച്ച സ്വഹാബ വനിതകളുടെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നഷ്ടങ്ങളെ ആസ്വദിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 7 മക്കളെയാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു സമ്മാനിച്ചത്. എന്നാൽ ജീവിതത്തിൽ കടുത്ത പരീക്ഷണം ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിക്കപ്പെട്ടു.
ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ കാന ലീ ബനൂന സബ്അ, അല്ലാഹുവേ നീ എനിക്ക് പ്രദാനം ചെയ്തത് 7 സന്താനങ്ങളെയാണ്. വഅബ്ഖൈതു ലീ സിത്ത, എന്നാൽ ഒരു കുട്ടിയെ നീ തിരിച്ചെടുത്തു. വഅബ്ഖൈതു ലീ സിത്ത, എനിക്ക് 6 കുട്ടികളെ അല്ലാഹുവേ നീ എനിക്ക് സമ്മാനമായി തന്നു. വകാന ലീ അത്റാഫുൻ അർബഅ, കൈകാലുകൾ അല്ലാഹുവേ നീ എനിക്ക് തന്നിട്ടുണ്ട്, എന്നാൽ 2 കൈയും 2 കാലുകളും. വഅഖസ്തു തുർഫ, എന്നാൽ ഒരു കാല് മാത്രമാണ് അല്ലാഹുവേ നീ തിരിച്ചെടുത്തിട്ടുള്ളത്. വഅബ്ഖൈതു സലാസ, 3 അവയവങ്ങൾ അല്ലാഹുവേ നീ എനിക്ക് ബാക്കി തന്നു. ഫലക്കൽ ഹംദ്, അതുകൊണ്ട് നിനക്ക് സ്തുതി, നിനക്ക് അൽഹംദുലില്ലാ എന്ന ശുക്രിന്റെ വാചകമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്. സന്താനങ്ങൾ ലഭിച്ചു, അതിലൊരു സന്താനത്തെ അല്ലാഹു തിരിച്ചെടുത്തതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ പഴിചാരാതെ റബ്ബ് ചെയ്ത നിഅമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലായ്മയെപ്പോലും ആസ്വദിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനേക്കാളേറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഒരു ഈത്തപ്പന മട്ടലിൻ്റെ കട്ടിൽ, ആ കട്ടിലിലാണ് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നത്. ആ കട്ടിലിൽ കിടന്നെഴുന്നേൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സുന്ദരമായ ശരീരത്തിൽ പാടുകൾ വീണപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവിടുന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇന്ന കിസ്റ വ കൈസറ ഫീമാ ഹുമാ ഫീ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ കിസ്റയും കൈസറും എത്ര സുഖലോലുപതയിലാണ് അവരുടെ രാജാക്കന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട്, ഞങ്ങളുടെ നേതാവായിട്ട് അവിടുന്ന് എന്തിന് പ്രയാസം സഹിക്കണം? എന്തിന് റസൂലെ? ഏറ്റവും നല്ലൊരു വിരിപ്പ് ഉമർ സംവിധാനിച്ചു തരട്ടെയോ റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അമാ തർളാ അൻ തകൂന ദുനിയ വൽ ആഖിറ. ഏയ് ഉമർ, എന്താണ് പറയുന്നത്? കിസ്റയുടെയും കൈസറിൻ്റെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദുനിയാവാണ് അവർക്ക് ഏറ്റവും വലുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും ബാക്കിയാകുന്ന ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു പരലോകമുണ്ട് ഉമർ. അതുകൊണ്ട് ഈ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമല്ല. ജീവിതത്തിൽ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കൊടുക്കുന്ന വാചകങ്ങൾ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിനെ ഓർത്ത് റബ്ബിന് ശുക്ർ ചെയ്ത് ഒരു പരലോകമുണ്ട് എന്ന ചിന്തയിൽ എല്ലാം മറന്നുകളയാൻ, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരു പ്രയാസകരമായി തീരാതിരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എന്തുകൊണ്ട് സഹോദരങ്ങളെ? മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും കാലുകൾ മുറിക്കപ്പെട്ടിട്ടും അവർക്കതൊന്നും ഒരു പ്രയാസകരം ആയി തീരാതിരുന്നത് അവർക്ക് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബിനെ അവർ മനസ്സിലാക്കി. വക്കീലായ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞൊരു ഇസ്മാണ് അള്ളാഹു വക്കീലാണ്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരും ജീവജാലങ്ങളും അണ്ടകടാഹങ്ങളുടെ നാഥൻ, ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവനം ഏറ്റെടുത്തവൻ, ആ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ ആർക്കാണോ കഴിയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു മതി. ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നുപോയാൽ അവിടെ തളർന്നു പോകേണ്ടവനല്ല വിശ്വാസി, മറിച്ച് അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ. അവിടെയാണ് ഖുർആനിൻ്റെ ആയത്ത് പഠിപ്പിച്ചത്, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു മതി എന്നത് ഖുർആൻ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് തവക്കുലാക്കേണ്ടുന്നത്? ജീവിതത്തിൽ റബ്ബിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾ, ഒരു വേള നമ്മളുടെ അന്നം മുട്ടിപ്പോകുന്ന, ഭക്ഷണത്തിന് പ്രയാസം പോലും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഇത് റബ്ബിൻ്റെ പരീക്ഷണമാണ്, ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച്
കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടവൻ എന്ന നിലക്ക് പ്രാർത്ഥിച്ചിട്ട് വെറുതെ ഇരിക്കേണ്ടവനല്ല. എങ്ങനെ തവക്കുലാക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരു പക്ഷി എങ്ങനെ തവക്കുലാക്കുന്നുവോ അതുപോലെ തവക്കുലാക്കാൻ. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലി, നിങ്ങൾ തവക്കുലാക്കേണ്ടത് എങ്ങനെയാണോ, റബ്ബിൽ എങ്ങനെയാണോ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടുന്നത് അതുപോലെ ഭരമേൽപ്പിക്കണം. ലറുസിക്തും കമാ യർസുഖു തൈർ, അല്ലാഹു പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ നിങ്ങൾ തവക്കുലാക്കണം. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? തദൂ ഹിമാസൻ വതറൂഹു ബിദാന, ഒട്ടിയ വയറുമായി തൻ്റെ കൂട്ടിൽ നിന്ന് പറന്നുയരുന്ന പക്ഷി വയറോടെ തിരിച്ചു വരുന്നത് എപ്രകാരമാണോ, തൻ്റെ കൂട്ടിലിരുന്നിട്ട് അതിന് ഭക്ഷണം കിട്ടും എന്ന് വിചാരിച്ച് ആ പക്ഷിയും പക്ഷിക്കുഞ്ഞുങ്ങളും കൂട്ടിലിരിക്കുകയല്ല, മറിച്ച് അതിൻ്റെ അന്നം എവിടെയാണോ അള്ളാഹു നിശ്ചയിച്ചു വെച്ചത് അവിടേക്ക് പറന്നുപോയി ഭക്ഷണവുമായി തിരിച്ചു വരുന്ന ഒരു പക്ഷിയെപ്പോലെ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനാണ് ഈ അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭയമാണ് അള്ളാഹുവിനെ വിട്ട് റബ്ബല്ലാത്ത ആളുകളിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു പ്രകൃതത്തിലേക്കാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ വേഷഭൂഷാദികളും വലിയ തലപ്പാവുകളും പച്ചക്കെട്ടുകളും ഒക്കെ കെട്ടി ഒരുപക്ഷേ ആളുകൾ മറ്റു പല തിന്മകളിലേക്കും ക്ഷണിക്കുമ്പോൾ കൊടി വീശിയും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ പിന്നാലെയും ഏലസിലും ചരടിലും ഉറുക്കിലും ഐക്കല്ലിലും പല പല ഉറൂസുകളിലും നടത്തി അതിലേക്ക് മക്ബറകളിലേക്ക് മനുഷ്യനെ വിളിക്കുമ്പോൾ അവിടെ എത്തിപ്പെടുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു ഈമാനും ഭയവുമാണ്. റബ്ബിനെ കൈവിട്ട് ഇത്തരത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത പലതരത്തിലുള്ള ചിന്മകളിലേക്ക് മനുഷ്യരെ ചേക്കേറിപ്പോയാൽ റബ്ബ് മതിയായവനല്ലേ എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുന്നത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്ക് അള്ളാഹു പോരെ. റബ്ബിനെ കൈവിട്ടുകൊണ്ട് ആര് മറ്റു വഴികൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു പോരുന്നുവോ അവൻ ഏറ്റവും വലിയ വഴിപിഴവിലാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസങ്ങളും ഭീതിയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തവക്കുലാക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോയ സന്ദർഭം നമുക്കറിയാം. ഉഹദിൻ്റെ മണ്ണിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ, റബ്ബ് നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ട് റസൂലുള്ള വെറുതെ തവക്കുലാക്കി പോയതല്ല. ഒരുങ്ങേണ്ടതൊക്കെ ഒരുങ്ങി പാകപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നിന് 2 പടങ്കിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഹിജറയുടെ പാഠം പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ല പ്ലാനിംഗ് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം, ആരെ കൂടെ കൂട്ടണം, ഏത് വഴിയെ പോകണം, എവിടെ അഭയം തേടണം, ആര് ഭക്ഷണം കൊണ്ടുവരണം, ശത്രുക്കളുടെ ഇടപെടലും അവരുടെ ചർച്ചകളും ആരാണോ നോക്കിക്കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിക്കേണ്ടത് എല്ലാ നിലക്കും പ്ലാൻ ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിൽ നിന്ന് ഒരു സംഘം ഹജ്ജിന് വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളെന്ത് പാതയമാണ് മനുഷ്യരെ ഒരുക്കിയിട്ടുള്ളത്? ഇത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കിയിട്ടാണ് വരുന്നത് യമനിൽ നിന്ന്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അള്ളാഹു നോക്കിക്കൊള്ളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്ത് അവർ ഓതി പഠിപ്പിച്ചു, വതസവ്വദു, നിങ്ങൾ പാതയം ഒരുക്കണം. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും നിങ്ങളുടെ യാത്രാ വിഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വെക്കണം. എന്നാൽ വഖൈറു സാദി തഖ്വ, ഏറ്റവും നല്ല പാതയം തഖ്വയാണ് എന്ന ഖുർആനിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും, ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്ന നിലക്കല്ല ഒരു വിശ്വാസി ജീവിക്കേണ്ടുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എന്തു വന്നാലും അതൊക്കെ റബ്ബ് നോക്കിക്കൊള്ളും. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ റബ്ബ് നമ്മളെ സംരക്ഷിക്കുകയില്ല എന്ന പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, വലിയ പരീക്ഷണങ്ങളുണ്ടാകും. അങ്ങനെ രോഗങ്ങൾ കടന്നു വരുമ്പോൾ
ചികിത്സിക്കാതെ അള്ളാഹുൽ തവക്കിലാക്കിയത് കൊണ്ട് മാത്രം ഒരാളുടെ രോഗം മാറില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിനുണ്ടാകുന്ന ഹാനികരമായ രോഗങ്ങളാകട്ടെ അതൊക്കെ ചികിത്സിക്കണം സഹോദരങ്ങളെ. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ചികിത്സിക്കാത്തവൻ അവൻ ജഹാലത്തിലാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, യാ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളെ, തദാവു, നിങ്ങൾ ചികിത്സിക്കണം. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കേണ്ടവരാണ്. എന്നാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില അബദ്ധധാരണകൾ മുസ്ലിം സമൂഹത്തിൽ പോലും കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ അത്തരത്തിൽ സ്വയം ചികിത്സയിലേക്ക് മാറിപ്പോകുന്ന പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിലുമുണ്ട്. എത്ര വലിയ അപകടമാണ്! ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാകുന്ന ചികിത്സാ മുറകളും രീതികളും ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അന്യായമായി കൊന്നുകളഞ്ഞാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും വധിച്ചു കളഞ്ഞ പാപഭാരം ഏറ്റെടുക്കേണ്ടവനാണ് എന്ന തിരിച്ചറിവ് അത് ഖുർആൻ നൽകുന്ന പാഠമാണ്. അന്യായമായി ഒരാൾക്ക് അള്ളാഹു കൊടുത്ത ജീവനെ അന്യായമായി കവർന്നെടുത്താൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ എന്നത് ഖുർആൻ നൽകുന്ന പാഠമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അറിയേണ്ടത്, ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ചികിത്സ അറിയാത്ത മുറിവൈദ്യന്മാരുടെ അടുക്കലേക്ക് ചികിത്സിക്കാൻ പോകരുത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ശരീരത്തെ സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. ആ ശരീരത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് കൃത്യമായി പഠനവിധേയമാക്കിയ ആളുകൾ ആരാണോ, അങ്ങനെയുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പഠനം നടത്തിയവർ, അത്തരം ആളുകൾ ആരാണോ അവരുടെ അടുക്കലേക്കാകണം ചികിത്സയ്ക്കായി പോകേണ്ടത്. ആ ചികിത്സയല്ലാതെ മറ്റു പല ചികിത്സകളും സ്വീകരിക്കുന്നവൻ, അവരെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, റസൂലുള്ള പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. മൻ തതബ്ബഅ ഫലയഅലം മിൻഹു അത്തിബ്. ഒരാൾ ചികിത്സിച്ചു എന്നാൽ അവന് ചികിത്സ അറിയില്ല, ഫഹുവ ളാമിനുൻ, അവൻ വലിയ അക്രമമാണ് ചെയ്തിട്ടുള്ളത്. അവൻ നഷ്ടപരിഹാരം ആ മനുഷ്യന് നൽകേണ്ടതുണ്ട് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇന്ന് എത്രയെത്ര ചികിത്സാ രീതികളാണ്! 3 മാസവും 6 മാസവും ഒരു 10 മാസവും ഒക്കെ പഠനം നടത്തി തിരിച്ചു വരുന്നവർ ഡോക്ടറായി ചമയാണ്. എന്തും ഞങ്ങൾ ഇന്നൊരു മരുന്നും കഴിക്കേണ്ടതില്ല. പലപ്പോഴും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനൊക്കെ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ നശിച്ചു പോകാൻ കാരണമാകും എന്നൊക്കെ പറയുന്ന ചില രീതികൾ ഇന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത പല സമ്പ്രദായങ്ങളും രീതികളും സ്വീകരിച്ചു പോരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് മുറിവൈദ്യന്മാരുടെ അടുക്കലേക്ക് ചികിത്സയുമായി ഒരാളും പോകാൻ പാടില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണെങ്കിൽ, കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച തദാവു റസൂലുള്ളാഹി പറഞ്ഞു, ആർക്കാണോ രോഗത്തെ ചികിത്സിച്ച് തിരിച്ചറിയാൻ കഴിയുന്നത് ആ നിലക്ക് രോഗത്തിൻ്റെ ചികിത്സ തേടി നിങ്ങൾ ചികിത്സിക്കണം എന്ന വലിയ പാഠം ഇസ്ലാം നൽകുന്നുണ്ട്. രണ്ടാമത്തത്, ഹറാം കൊണ്ടുള്ള ചികിത്സ ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ശിർക്കൻ ചികിത്സകളുണ്ട്, കുഫറിൻ്റെ ചികിത്സകളുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചികിത്സാ രീതികളും ചികിത്സകളും മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കൂ, രോഗം വന്നാൽ കയ്യിൽ ഏലസും ഉറുക്കും ചരടും അങ്ങനെ ബന്ധിപ്പിച്ച് എൻ്റെ രോഗവും ഭയവും മാറിക്കിട്ടുമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, എങ്ങനെ രോഗം മാറാൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ തഅല്ലക തമീമതൻ ഫഖദ അശ്റക. ആരാണോ കയ്യിൽ ഏലസും ഉറുക്കും ചരടും രോഗം മാറാൻ ബന്ധിപ്പിക്കുന്നത് അവൻ അല്ലാഹുവിൽ പങ്കുചേർത്തു എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സഹോദര? ശിർക്ക് ചെയ്തവൻ അവൻ്റെ സങ്കേതം നരകമാണ്, അവന് സ്വർഗം അല്ലാഹു ഹറാമാക്കി. ഇത് ഖുർആൻ പഠിപ്പിച്ച പാഠമാണ്. അങ്ങനെ ജീവിതത്തിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ചികിത്സ എന്താണോ ആ ചികിത്സയാണ്. ഹറാമിൻ്റെ ചികിത്സ ഒരിക്കലും ചെയ്തു പോകരുത് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. 10 ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബൈഅത്ത് ചെയ്യാൻ കടന്നു വന്നു. റസൂലുള്ള 9 ആളുകൾക്കും ബൈഅത്ത് കൊടുത്തു. ഒരാളുടെ അടുക്കൽ നിന്ന് റസൂലുള്ള തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിയോട് ആ 10-ൽ ഒരാൾ ചോദിച്ചു പോയി, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ 10 ആളുകൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരാൾക്ക് അങ്ങ് ബൈഅത്ത് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ കയ്യിൽ ഒരു വള ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒഴിവാക്കിയതിന് ശേഷമാണ് രോഗം മാറാൻ അത്തരത്തിലുള്ള ഏലസുകളാകട്ടെ, വളകളാകട്ടെ, ചരടുകളാകട്ടെ ഒന്നും ഒരു വിശ്വാസി ബന്ധിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ അഭയം തേടുന്നവരാണെങ്കിൽ, അതിൽ ആശ്വാസം കണ്ടെത്തുന്നവരെന്നാണെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് ചെയ്തവനാണ്.
അവൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കില്ല എന്നും വമഅ്വാഹുന്നാർ, അവൻ്റെ സങ്കേതം നരകമാണെന്നതും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് രോഗം വന്നാൽ നമുക്ക് രോഗങ്ങളാകട്ടെ, നമ്മളുടെ മക്കൾക്ക് രോഗങ്ങളാകട്ടെ, അവിടെ ഭയപ്പെടേണ്ടവനല്ല, പേടിയുണ്ടാകേണ്ടവനല്ല, മറിച്ച് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗമുണ്ട്, മനസ്സിനുണ്ടാകുന്ന ഭയപ്പാടുണ്ട്. വേഗം പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഒരാൾ 5 രൂപയുടെ ചരട് വാങ്ങി കയ്യിലേക്ക് കെട്ടുമ്പോൾ എല്ലാ ഭയവും എല്ലാ വെപ്രാളവും എനിക്കിതാ മാറിക്കിട്ടി എന്നൊക്കെ ചിന്തിക്കുന്ന വിചാരിക്കുന്ന മുസ്ലിം ജനവിഭാഗം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് സഹോദരങ്ങളെ. എങ്ങനെ ഒരു ചരടിന് 5 രൂപയുടെ ചരടിന് എങ്ങനെ ശമനം നൽകാൻ കഴിയും? അത് വലിയ ശിർക്കായി ഇസ്ലാം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം പ്രസവത്തിൻ്റെ സമയത്ത് പോലും ഇന്ന് ചികിത്സാ രീതികൾ സ്വീകരിക്കാതെ, പണ്ട് ഏത് മാർഗമാണോ സ്വീകരിച്ചത്, പണ്ട് സ്വീകരിച്ചു പോന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത പല ചികിത്സാ രീതികളും നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ട് കാലങ്ങളിലാണ്. ആളുകൾ നഫീസത്തുമാല പാടി 120 ബൈത്തുകൾ വരുന്ന നഫീസത്തുമാല പ്രസവവേദന അടുക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കലിരുന്ന് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സ്ത്രീ വേഗത്തിൽ പ്രസവിക്കുമെന്നതാണ്. ഇന്നും സഹോദരങ്ങളെ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വരികളാണ്. എന്താണ്? വഹസ്സിൽ മുറാദന വഖ്ലി ഹാജതിന. അതിലെ വരികൾ പരിശോധിക്കണം. വഹസ്സിൽ മുറാദന, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുറാദുകൾ എത്രയും വേഗം ഹാസിലാക്കി കിട്ടണം. വഖ്ലി ഹാജതിന, ഞങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവേ പുറത്തു തരണം. വഹക്കി സയ്യിദത്തിന, എന്തുകൊണ്ട് സയ്യിദത്തായ നഫീസത്തുൽ മിസ്രിയയുടെ ഹക്കു ജാഹു ബർക്കത്ത് കൊണ്ട് ഈ പ്രസവം എളുപ്പമാക്കണേ എന്നൊക്കെ ജാഹിലിയത്തിൻ്റെ ചികിത്സാ രീതികൾ ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത് എത്ര വലിയ പാതകമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത് പ്രസവം കഴിഞ്ഞ് ഒരു സ്ത്രീ മരണപ്പെട്ട വാർത്ത ഞാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എത്രമാത്രം ജാഹിലിയത്ത് ഇന്നും സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഹോസ്പിറ്റൽ അതൊരു വലിയ ചൂഷണത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടേക്ക് ഒരാളും പോകാൻ പാടില്ല. അത് മനുഷ്യൻ്റെ പണമടിക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് സ്വയം ചികിത്സയും സ്വയം പ്രസവവും ഒക്കെ വീട്ടിൽ പണ്ടുകാലങ്ങളിൽ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നിടത്തേക്ക് മനുഷ്യന്മാരെത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അപകടമാണ്. ഒരാളുടെ ജീവനെ ഹനിച്ചു കളഞ്ഞാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും എന്നത് ഖുർആൻ നൽകുന്ന പാഠമാണെങ്കിൽ കൃത്യമായി ചികിത്സയെക്കുറിച്ച് അറിഞ്ഞു ചികിത്സിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കണം. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകന് രോഗം വന്നപ്പോൾ അവിടുന്ന് മരുന്നുകൊണ്ട് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കുത്തേറ്റ് വീണു. എന്നാൽ ഇനി റബ്ബ് നോക്കിക്കൊള്ളും എന്ന ചിന്തയിലല്ല, ഏറ്റവും നല്ല വൈദ്യന്മാരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒന്ന് മുറിവുണങ്ങിക്കിട്ടാൻ ആ ഒരു സംവിധാനത്തെ സ്വീകരിച്ചത് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും ചികിത്സയ്ക്ക് മരുന്നുണ്ട് എന്നത് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ മനുഷ്യന്മാരുടെ ബുദ്ധി അവിടേക്ക് വളർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരുമായിരിക്കും. പല രോഗങ്ങളും അള്ളാഹു സംവിധാനിച്ചതാണ്. അതിൻ്റെ മരുന്നുകളും ചികിത്സാ രീതികളും ഇന്നും ഗവേഷണം നടത്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്ന് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി അവിടേക്ക് വളർന്നിട്ടില്ല. എന്നാൽ തോന്നിയതുപോലെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ചികിത്സാ രീതി സ്വീകരിക്കാൻ പാടില്ല എന്ന വലിയ തത്വമാണ്, വലിയ പാഠമാണ് ഇസ്ലാം നൽകുന്നതെങ്കിൽ ആ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമൽ ബലാ. കടുത്ത പരീക്ഷണത്തിലൂടെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നൽകുന്ന പാഠവും അതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. എല്ലാ നിലക്കും അള്ളാഹു പരീക്ഷിക്കും. എന്നാൽ ഖുർആൻ അവിടെ പ്രയോഗിച്ചത് വലനബ്ലുവന്നകും, പരീക്ഷിക്കുമെന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, അള്ളാഹു അവിടെ തൗക്കീദ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ജീവിതത്തിൽ പരീക്ഷിക്കുമെന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വ്യത്യസ്ത നിലക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾ ആരാണോ അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ജീവിതത്തിൽ എത്ര കടുത്ത പരീക്ഷണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ജീവിതത്തിൽ വന്നുപോയാൽ അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് മറ്റു വഴികൾ ഒരിക്കലും സ്വീകരിച്ചു പോകരുത്. അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. റബ്ബിൽ ബരമേൽപ്പിച്ച് എനിക്കെൻ്റെ റബ്ബ് മതി. ജീവിതത്തിലെ ഏതു പ്രയാസങ്ങളും പരിഹരിക്കാൻ എൻ്റെ മനസ്സിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ അറിയുന്നവൻ അള്ളാഹു ആണെങ്കിൽ എനിക്കെൻ്റെ റബ്ബിനോടാണ് സങ്കടങ്ങൾ പറയാനുള്ളത്, പ്രയാസങ്ങൾ നിരത്താനുള്ളത്. എൻ്റെ ഭാര്യയുടെ വിഷയമാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, ഏതു വിഷയങ്ങളും റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഭരമേൽപ്പിക്കേണ്ടതുപോലെ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവനാണ് വമ്പിച്ച പ്രതിഫലമുള്ളത് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ജനതയെപ്പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരു ജനതയോട് അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ അവരെ അള്ളാഹു പരീക്ഷിക്കുമെന്നതാണ്. ഫമൻ റളിയ ഫലഹു റിള, അങ്ങനെ ആ പരീക്ഷണത്തിൽ ഒന്നടങ്കം വിശ്വാസികൾ ക്ഷമിച്ചാൽ, അള്ളാഹുവിൽ തൃപ്തിയടഞ്ഞാൽ ഫലഹു റിള, അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്കുണ്ട്. എന്നാൽ വമൻ സഖിത, റബ്ബിൻ്റെ പരീക്ഷണം കടന്നു വരുമ്പോൾ റബ്ബിനെ പഴി പറഞ്ഞ് റബ്ബിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യന്മാരാണോ, വമൻ സഖിത ഫലഹു സുഖത്ത്, റബ്ബിൻ്റെ കോപമുണ്ട് എന്നതാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, റബ്ബിൻ്റെ കോപം പേറി ജീവിക്കുന്ന മനുഷ്യന്മാർ ആയിത്തീരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി റബ്ബിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് ഖുർആനും ഹദീസും നമുക്ക് നൽകുന്ന വലിയ പാഠം. അതുകൊണ്ട് നമ്മളുടെ മക്കളെക്കുറിച്ചൊക്കെ വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അള്ളാഹുൽ തവക്കലാക്കാൻ കഴിയണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ഖുതുബകളിൽ ഞാൻ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻഷാ അള്ളാഹ് വരുന്ന മെയ് മാസം 11-ാം തീയതി ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ്, വിദ്യാർത്ഥി സംഗമം അൽഹംദുലില്ലാ പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തുകയാണ്. അതുകൊണ്ട് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ്സും കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ആ മക്കളെ ഇസ്ലാമികമായി കൂടുതൽ അറിയാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, നമ്മൾ സങ്കടപ്പെടാതിരിക്കാൻ, പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ലഭിച്ച് സ്വർഗത്തിൻ്റെ പദവികളിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ ഇന്നു തന്നെ നമ്മളെ മക്കളെ രജിസ്റ്റർ ചെയ്യണം. ഒരു ചെലവുമില്ല. ഇവിടുന്ന് വണ്ടിയും സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരവസരമായി കണ്ട് നമ്മളുടെ മക്കളെ ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ, കുറച്ചൊക്കെ ദൂരെയല്ലേ, ഇപ്പം എങ്ങനെ പോവുക എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാലൊരു ടൂർ വന്നാൽ എത്ര ദൂരെയാണെങ്കിലും രക്ഷിതാക്കൾക്ക് വിടാൻ ഒരു പ്രയാസമില്ല. അള്ളാഹുവിലേക്ക് വിടാൻ എന്ത് തടസ്സമാണ് സഹോദരങ്ങളുള്ളത്? എന്ത് ഉതിർ പറയും? നമ്മൾ ടൂറും സംവിധാനങ്ങൾക്കും നമ്മൾ യാത്ര പോകുമ്പോഴും കിലോമീറ്ററുകൾ കണക്ക് പോകുന്നെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരുമിച്ചൊരു സംഘമായി 2-3 ബസ്സിൽ ഒരുമിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരു വലിയ സംഗമമായി 10,000-കണക്കിന് മക്കൾ ഒരുമിച്ച് ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ട് നല്ല മക്കളായി തിരിച്ചു വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി, ഖുർആൻ ഓതുന്ന മക്കളായി, നമസ്കരിക്കുന്ന മക്കളായി മാറിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്നീ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അതിൻ്റെ ഭാരവാഹികളോട് പേര് കൊടുത്ത് മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹുവെ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവെ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ.
ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.